ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു ആശയവും പിന്നീട് അതിനെ തുടർന്നുണ്ടായ നടപടിക്രമങ്ങൾക്കും തൊട്ടുപിന്നാലെ ഒരു രാജ്യം ഒരു സമയം എന്നുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST ആണ് ഇപ്പോൾ നമ്മൾ പലയിടത്തും ഉപയോഗപ്പെടുത്തുന്നത്. അത് നിർബന്ധമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. നിയമപരവും ഭരണപരവും വാണിജ്യപരവും സാമ്പത്തികപരമായ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ IST നിർബന്ധമാക്കും. നാനോ കൃത്യതയോടെയുള്ള സമയം അനിവാര്യമാണ് എന്നാണ് കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ. ഇതു സംബന്ധിച്ച് ദേശീയ ഉപഭോക്തൃ മന്ത്രാലയം ഫെബ്രുവരി 14 പൊതുജനങ്ങളിൽ നിന്ന് ഇതിനുള്ള അഭിപ്രായം തേടുന്ന ഒരു നടപടികളിലേക്ക് കടക്കും. സർക്കാർ ഓഫീസുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കോടതികളിലും മറ്റിടങ്ങളിലുമെല്ലാം തന്നെ സമയക്രമത്തിൽ വ്യത്യാസമുണ്ട്. അതായത് ഒരിടത്ത് ഉള്ള സമയമല്ല മറ്റൊരിടത്ത്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും, രാജ്യത്തെ എല്ലായിടത്തും, എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും, എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും, എല്ലാ നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും, കോടതികളടക്കം ഉള്ളവയ്ക്ക് ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നിർബന്ധമാക്കുകയും ഒപ്പം തന്നെ അവ പൊതുജനങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പുതിയ നിയമം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ലീഗൽ മെട്രോളജിയുടെ റൂൾസ് 2024 സമയം ഏകീകരിക്കാനാണ് ലക്ഷ്യം ഇടുന്നത്. ഓഫീസുകൾക്ക് IST നിർബന്ധമാക്കുന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് എല്ലാ ഓഫീസുകൾക്കും കൃത്യതയുള്ള ഒരു നിയമ സംവിധാനം വരും. ഇത് ലംഘിക്കുന്നവർക്ക് പിഴ ചുമത്തുന്നതുൾപ്പെടെ ഈ നിയമത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അതായത് പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ 9 മണിക്ക് തുറക്കേണ്ട സർക്കാർ ഓഫീസുകൾ കൃത്യം 9 മണിക്ക് തന്നെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇടങ്ങളിൽ കൃത്യം 9 മണിക്ക് തന്നെ എല്ലായിടത്തും ഒരേപോലെ തുറക്കുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിൽ അങ്ങനെയല്ല. ഏറ്റക്കുറച്ചിലുകളുണ്ട്. അത് മാറ്റിക്കൊണ്ട് വളരെ കൃത്യതയോടുകൂടി തന്നെ ഉള്ള ഒരു സമയക്രമമാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനുമായി ചേർന്നുകൊണ്ടാണ് ഇത് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഏതായാലും വളരെ നല്ലൊരു കാര്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പലയിടത്തും വ്യത്യസ്തമായ സമയക്രമങ്ങളാണ് ഉള്ളത്. ആ സമയക്രമങ്ങളെ ഏകീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കോടതിയുടെ ഓഫീസുകളും മറ്റുമൊക്കെ ഉണ്ട്. ആ കോടതി പ്രവർത്തിക്കുന്നതായാലും ഇല്ലെങ്കിൽ വാണിജ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായാലും പൊതുമേഖലാ സ്ഥാപനങ്ങളായാലും ഒക്കെ രാജ്യത്തെല്ലായിടത്തും ഒറ്റ സമയം തന്നെ, ആ സമയത്തിൽ തന്നെ പ്രവർത്തിക്കുക. ഈ സമയബന്ധിത ഓഡിറ്റിംഗ് ഉണ്ടാകും. കാരണം ഇത് കൃത്യമായി പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട്. ഏതായാലും ഒരു നല്ല സംവിധാനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മറ്റു പല രാജ്യങ്ങളിലും ഉള്ള ഒരു സംവിധാനം തന്നെയാണ് നമ്മുടെ രാജ്യത്ത്. അത് നടപ്പാക്കേണ്ടത് അനിവാര്യമായ ഘടകം തന്നെയാണ്. പല കാരണത്താൽ ഈ ISTയിലെ സമയത്തിൽ ചില വ്യത്യാസങ്ങൾ, ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ, വേരിയേഷൻസ് പല കാര്യങ്ങളിലുമുണ്ട്. അതെല്ലാം ഏകീകരിച്ച് കൊണ്ടുവരുമ്പോൾ കൃത്യതയോടുകൂടി തന്നെ മുൻപോട്ട് പോകാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.